നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ പൈസറിൻ്റെ കൂടെ നമ്മൾ മഹാവതാർ ബാബാജിയെ കുറിച്ചിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു 6 മിനിറ്റ് 38 സെക്കൻഡും ആയപ്പോൾ ആ വീഡിയോ ഓട്ടോമാറ്റിക്കലി തനിയെ ഓഫായി. അപ്പോഴാണ് അതൊരു അതിശയമായിരുന്നു കേട്ടോ. കാരണം തനിയെ ആ വീഡിയോ പോസ് ചെയ്ത് തനിയെ ഓഫായി. അതിനുശേഷം അപ്പോൾ സാറ് പറയുണ്ടായിരുന്നു, ഒരാൾ ഇപ്പോൾ ആരെങ്കിലും വെളിയിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കട്ടെ, ഒരാൾ ബ്ലെസ്സിങ്ങിന് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് സാറ് ഡോറ് തുറന്നപ്പോൾ ആളവിടെ ഉണ്ടായിരുന്നു. ആരാണെന്നുള്ളത് ഞാനിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം നിങ്ങളുടെ അടുത്ത്. നമ്മുടെ സുഹാസിനിയാണ്. നിങ്ങൾ പലരും പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. ആൾക്ക് ഒരു സോൾ പ്രസൻസ് ഉള്ള ഒരു കുട്ടിയാണ്. സോൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഒരു മോളാണ്. അപ്പോൾ ഇത്രയാണ് സംഭവിച്ചത്. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് സോള് കറക്റ്റായിട്ട് അകത്തേക്ക് എൻ്റർ ആവുകയും ആ സോളിൻ്റെ ആ ഒരു എനർജി പ്രസൻസ് നമ്മളെ അറിയിക്കുകയും ചെയ്തിരുന്നു. അത് സാറിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. എനിക്ക് മനസ്സിലായില്ല, സാറിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. സാർ അപ്പം തന്നെ വെളിയിൽ പോയി നോക്കിയപ്പോൾ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു. അവരൊന്നിനും അല്ല, ഇതൊക്കെ എന്താ പറയുക, പ്ലാൻ ചെയ്തിരുന്ന ഒരു കാര്യമല്ല ഇതിൽ നടന്നത്. എല്ലാം നമുക്കൊരു നിയോഗം പോലെ. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൈസാറായിട്ട് ഇൻ്റർവ്യൂവിന് വരുമ്പോൾ ഒരിക്കലും പ്രിപ്പയർ ചെയ്ത കണ്ടൻസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇതൊരു ദൈവനിയോഗം പോലെ നമുക്ക് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ ഇന്ന് ആ മോളായിട്ടാണ്, ആ മോളുടെ അനുഭവങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് നമ്മുടെ ഒരു ബ്ലെസ്സിങ് ആണ്. ആ കുട്ടിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് നിങ്ങൾക്ക് മുമ്പിൽ സുഹാസിനി. അല്ലേ? നമസ്കാരം സുഹാസിനി. നമസ്കാരം സുഹാസിനി. നമസ്കാരം. സുഹാസിനി, എങ്ങനെയാണ് ഈ സോൾ കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നത്? എത്ര വയസ്സ് തൊട്ടിട്ടാണ് സുഹാസിനിക്ക് ഈ സോളുമായിട്ടുള്ള ഒരു കണക്ഷൻ കിട്ടി തുടങ്ങിയത്? എനിക്കിത് 17-18 ഇയേഴ്സ് ആയപ്പോഴാണ് എൻ്റെ ഗ്രാൻഡ് മാം ഗ്രാൻഡ് പായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതും ശ്രീനിവാസ് സാർ വഴിക്കാണ് എനിക്ക് പറ്റുന്നത്. അത് പ്രസൻസ് മീൻസ് കാണാൻ പറ്റില്ലെങ്കിലും എനിക്ക് അവരുടെ സ്മെല്ല് വെച്ചിട്ടോ അല്ലെങ്കിൽ സൗണ്ട് വെച്ചിട്ടോ എനിക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. സൗണ്ട് ഒരു ദിവസം എക്സാമ്പിൾ പറയണമെങ്കിൽ, ഒരു ദിവസം എനിക്ക് എക്സ്പീരിയൻസ് ആയ കാര്യമാണ്. ഒരു ദിവസം വീട്ടിൽ ഹാളിൽ ഇരിക്കുമ്പോൾ, ഹാളിന്റെ അപ്പുറത്താണ് കിച്ചൺ. അപ്പം കിച്ചണിൽ നിന്ന് ഒന്നുമില്ല, സൈലന്റ് ആണ്, ഞാൻ ഒറ്റയ്ക്കാ വീട്ടില്. പെട്ടെന്ന് ഒരു കുപ്പി താഴെ വീണു. അത് ഒരു തവണയല്ല, പല തവണയും ഇങ്ങനെ പല ദിവസം ഇതിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് സാറിനോട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു സോളിന്റെ പ്രസൻസ് ഉണ്ടാവാം. സോളിന്റെ മീൻസ് എന്റെ വീട്ടിൽ അമ്മൂമ്മ ഇടയ്ക്ക് വരാറുണ്ട്, അപ്പൂപ്പനും ആണെങ്കിലും അതെ. അപ്പൊ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഇവരെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്? ഇൻറ്റ്യൂഷൻ എനിക്ക് ഈ ഇടയ്ക്ക് പണ്ടാണെങ്കിലും ഇപ്പോ സാറിന്റെ ബ്ലെസ്സിങ്സ് കിട്ടിക്കഴിഞ്ഞിട്ട് എനിക്ക് നല്ല ഇൻറ്റ്യൂഷൻ, അതായത് ഇപ്പോ എക്സാമ്പിൾ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പോകണമെന്ന് വിചാരിക്കും. അപ്പൊ അതിൽ നെഗറ്റീവ്, അതായത് നമുക്ക് നെഗറ്റീവ് എന്തെങ്കിലും നടക്കാൻ പോകണമെങ്കിൽ നമുക്കത് എനിക്ക് തോന്നുക ചെയ്യണ്ട, നമുക്കിങ്ങനെ ഉള്ളിൽ നിന്നൊരു ഫീലിംഗ് ഉണ്ടാവും. പിന്നെ പ്രസൻസിനെ ഇത് പറയുകയാണെങ്കിൽ വീട്ടില് ഹാളിൽ ഒരു ഷെൽഫ് ഉണ്ട്. ആ ഷെൽഫ് ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇങ്ങനെ ചില്ലിന്റെ ഷെൽഫാണ്, അതിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അതിൽ കൈവച്ച ആ വൈബ്രേഷൻ മനസ്സിലാവും. നിക്കത്തില്ല. ഫാൻ ഓഫ് ആണെങ്കിലും അതിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ മനസ്സിലാവാറുണ്ട് എനർജി. ഈ എനർജിനെ എപ്പോഴെങ്കിലും അങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടോ? വിസിബിൾ ആയിരിക്കുമോ എപ്പോഴെങ്കിലും? കാണാൻ മീൻസ് ഒരു ദിവസം ഞാൻ ഹാളിൽ ഇരിക്കണേന്ന്, അപ്പോൾ ഫോൺ നോക്കിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ബാക്കിൽ ഞങ്ങൾക്കൊരു പട്ടിയുണ്ട്, ബണ്ടു എന്നാ പേര്. അപ്പോൾ അവൻ സോഫേന്റെ താഴെ കിടക്കണേന്ന്. അപ്പോൾ ഞാൻ ബാക്കിൽ നിന്ന് എന്തോ പാസ്സായ പോലെ തോന്നി, പക്ഷെ തിരിഞ്ഞു നോക്കിയപ്പോ ഒന്നും കണ്ടില്ല. ഓക്കെ, അപ്പൊ ഞാൻ തിരിഞ്ഞു നിന്നപ്പോ പിന്നെ ഞാൻ ശ്രദ്ധിച്ചു. അപ്പൊ മനസ്സിലായി അമ്മുമ്മ അല്ലെങ്കിൽ അപ്പൂപ്പന്റെ സോൾ ആയിരിക്കും മനസ്സിലായി. പിന്നെ അവന് ഇങ്ങനെയൊക്കെ വരുമ്പോ പേടിച്ച് സോഫയുടെ അടി കയറാറുണ്ട്, അങ്ങനെയുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം വീട്ടിലുള്ള ഇപ്പൊ നായ്ക്കുട്ടിക്കൊക്കെ അതിന്റെ പ്രസൻസ് അറിയാൻ പറ്റുമല്ലേ? ഓക്കെ, അപ്പം എന്തെങ്കിലും അനുഭവം ഉണ്ടോ? അതായത് അവരെ ഇപ്പൊ നേരിട്ട് വേറെ രീതിയിലൊക്കെ, ഇനിയിപ്പോ ചിലര് പറയില്ലേ നമുക്ക് നിഴല് പോലെ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഉറങ്ങി കിടക്കുമ്പോ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന പോലെ ഫീൽ ചെയ്യാൻ പറ്റും. ഒരു ദിവസം ഉച്ചക്ക് ഞാൻ ഉറങ്ങണായിരുന്നു. അപ്പോ കുറച്ച് ഉറങ്ങി വന്നില്ല, അപ്പൊ തന്നെ എനിക്ക് സ്ലീപ്പ് പാരാലിസിസ് പോലെ വന്ന്. അപ്പോ അത് കഴിഞ്ഞ് എഴുന്നേറ്റ് പിന്നെയും കിടന്നപ്പോ എനിക്ക് ഈ സൈഡിൽ കൂടി ഒരു കൈ പോലെ ഫീൽ ചെയ്തു. ലൈക്ക് എന്റെ 2 കൈയും താഴെ ഇങ്ങനെ വെച്ചേക്കണേ, ഞാൻ ഇങ്ങനെ കിടക്കണേ. അപ്പൊ ഇവിടെ നിന്ന് ഒരു കൈ ഫീൽ ചെയ്യണ പോലെ, വെയിറ്റ് ഫീൽ ചെയ്യണ പോലെ, കൈ വെക്കണ പോലെ. അപ്പൊ എനിക്ക് ഓർമ്മ വന്നത്, പണ്ട് കുഞ്ഞു പ്രായത്തിൽ ഞാൻ അമ്മയുടെ ഒപ്പം കിടക്കാറ്. അപ്പൊ അമ്മൂമ്മ എന്നെ അങ്ങനെ കെട്ടിപ്പിടിച്ചാൽ കിടക്കാറ്. അപ്പൊ എനിക്ക് അത് ഓർമ്മ വന്നായിരുന്നു പെട്ടെന്ന്. അപ്പൊ എനിക്ക് മനസ്സിലായത് അമ്മൂമ്മ ആയിരിക്കാം എന്ന് മനസ്സിലായി. ടച്ച് നമുക്ക് വെയിറ്റ് മനസ്സിലാവും. ഒരാളുടെ കൈ ഇങ്ങനെ വെക്കുമ്പോ വെയിറ്റ് മനസ്സിലാവുമല്ലോ. അപ്പൊ ഞാൻ അനങ്ങൂല, അപ്പൊ എനിക്ക് മനസ്സിലാവും. അങ്ങനെ രണ്ട് കൈയും ഇങ്ങനെ താഴെ കിടക്കണേ, അങ്ങനെ. നമുക്ക് പക്ഷെ അനങ്ങാൻ പറ്റത്തില്ല അല്ലേ? മൊത്തം ബോഡിയും പാരലൈസ്ഡ് ആയി പോകും.
അല്ല സ്ലീപ്പ് പാരാലിസിസ് ഉണ്ട് എനിക്ക്. അത് കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് പിന്നെ കിടന്നപ്പോഴാണ് ഇങ്ങനെ വന്നത്. എനിക്ക് എഴുന്നേക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ ഞാൻ എഴുന്നേറ്റില്ല. അമ്മേനെന്നറിയാം, മേ ബി എഴുന്നേറ്റാൽ അത് പ്രസൻസ് പോയാലോ, ഞാൻ അങ്ങനെ അപ്പൊ സുഹാസിനി ആ ഒരു പ്രസൻസ് എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അമ്മ ആസ് ലോങ് ഷീ ലൈക്സ്. ഓക്കെ, ഞാൻ നിർബന്ധിച്ച് നിർത്തണല്ലേ, അമ്മ വരും അങ്ങനെ ഇഷ്ടം കൊണ്ടിട്ട് വരുമ്പോ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഹഗ് ചെയ്യുന്ന പോലെയും അതേപോലെ നമ്മുടെ എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ പോലെയാണ്. അമ്മ എനിക്ക് എന്ത് ചെയ്യാനാണ് കോൺഫിഡൻസ് കിട്ടും. ഐ മീൻ ചെയ്യാൻ പോണ കാര്യം നല്ലോണം നടക്കുകയും ചെയ്യും. അങ്ങനെയുണ്ട്. ബ്ലെസ്സിങ്സ് ആയിട്ടാ ഞാൻ കൺസിഡർ ചെയ്യണേ. ഇപ്പൊ സുഹാസിനിനെ ഇപ്പൊ ആരെങ്കിലും വേദനിപ്പിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവിച്ചിരിക്കട്ടെ, അപ്പൊ ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ അങ്ങനെ ഇല്ല. ഐ മീൻ എന്താ, അമ്മൂമ്മ ഉള്ളോണ്ട് ആണെന്ന ഞാൻ എന്റെ വിശ്വാസം. ഇതുവരെ എനിക്ക് അങ്ങനെ ആയിട്ടില്ല. ഈ പറഞ്ഞല്ലോ സുഹാസിനി ഒരു 17 വയസ്സിനുള്ളിലല്ലേ ആദ്യത്തെ അനുഭവം, 17 ഇയേഴ്സ്. അപ്പൊ ആ ആദ്യത്തെ അനുഭവം കിട്ടുന്ന ആ ഒരു സമയത്ത് കിട്ടുന്നതായിരിക്കില്ല, ചിലപ്പോ അപ്പോഴായിരിക്കും റിയലൈസ് ചെയ്യുന്നത് അല്ലെ, ഐഡന്റിഫൈ ചെയ്യുന്നത് അപ്പോഴായിരിക്കും. മേ ബി ചിലപ്പോ അതിന് മുന്നേ തൊട്ടേ പ്രസൻസ് ചിലപ്പോ സുഹാസിനിക്ക് അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ ഈ ഫസ്റ്റ് ടൈം നമ്മൾ അത് റെക്കഗ്നൈസ് ചെയ്യുമല്ലോ, ഓക്കെ എനിക്ക് ഇങ്ങനെ ഒരു ഇതുണ്ട് എന്നുള്ളത്. അപ്പൊ എന്തായിരുന്നു ഫീലിങ്സ്? പേടിയാണോ തോന്നിയത്? ഫസ്റ്റ് എനിക്ക് ബ്ലെസ്സിങ്സ് കിട്ടി കഴിഞ്ഞപ്പോ ഞാൻ ചേട്ടനോട് ചോദിച്ചു, എനിക്ക് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അമ്മൂമ്മയായിട്ട്. ഞാൻ 7th-6th പഠിക്കുമ്പോ അമ്മൂമ്മ പോയത്. അപ്പോ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചേട്ടനോട് ചോദിച്ചു, എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ചേട്ടൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ബ്ലെസ്സിങ്സ് കിട്ടി തുടങ്ങിയപ്പോ ഓരോ സൈനായിട്ട്, ഐ മീൻ അപ്പൂപ്പനാണെങ്കിലും പ്രസൻസ് മനസ്സിലാവും. സ്മെൽ വൈസ് എനിക്ക് അപ്പൂപ്പൻ യൂസ് ചെയ്യണ എന്തെങ്കിലും സ്മെൽ ഇങ്ങനെ വരും, അപ്പൊ എനിക്ക് മനസ്സിലാവും അപ്പൂപ്പനോട് ഉണ്ട്. അമ്മൂമ്മയാണെങ്കിലും അതെ. അപ്പൊ അമ്മ ഒരു ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ജാസ്മിന്റെ. ആ സ്മെൽ എനിക്ക് പെട്ടെന്ന് വരും, അത് റാൻഡം ആയിട്ട് വരും. അപ്പൊ മനസ്സിലാവും അമ്മ ഇവിടെ ഉണ്ട്. അത് ചേട്ടന്റെ ബ്ലെസ്സിങ്സിലൂടെയാണ് എനിക്ക് കൂടുതലും സെൻസ് ചെയ്യാൻ പറ്റിയത്. പണ്ട് അതായത് ബിഫോർ 17 ഒക്കെ എനിക്ക് മേ ബി സയൻസ് ഉണ്ടാവും, എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ശ്രീനിവാസ പൈ സാറായിട്ട് എങ്ങനെയാണ് കണക്ഷൻ? സാറ് പണ്ട് ചൈൽഡ്ഹുഡിൽ എന്റെ നെയ്ബർ ആയിരുന്നു.